ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അതായത് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ഒരു സെക്ഷനാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഡിവൈസസ്, ECD എന്ന് പറഞ്ഞ സബ്ജക്ട്സ് അല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണിത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഡിവൈസസ്. കാരണം അതിൽ കുറേ ഡിവൈസുകൾ വരുന്നതാണ്. പവർ ഇലക്ട്രോണിക് അല്ല, നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസുകൾ കുറേ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, BJT-ൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യും എന്തായാലും. ഓക്കെ, അതിന് മുന്നേ ഇന്ന് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. കാരണം നമുക്ക് കുറച്ച് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ കുറച്ചൊരു ഐഡിയ വേണം. ഓക്കെ, സോ വിൽ ഡീൽ അവർ മെറ്റീരിയൽസ്, എന്താണ് അതിൻ്റെ കാര്യം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, അങ്ങനെ മുതലായ കാര്യങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയേണ്ടത് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ മെറ്റീരിയൽ ദാറ്റ് സപ്പോർട്ട്സ് എ ഫ്ലോ ഓഫ് ചാർജ് വെൻ വോൾട്ടേജ് സപ്ലൈഡ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽസ് അല്ലേ. ഫ്ലോ ഓഫ് ചാർജിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ കണ്ടക്ടർ. സിമിലർലി വെരി ലോ കണ്ടക്ടിവിറ്റി ഓഫർ ചെയ്യുന്നതാണ് നമ്മുടെ ഇൻസുലേറ്റർ. എപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെറ്റീരിയൽ ദാറ്റ് ഹാസ് കണ്ടക്ടിവിറ്റി മോർ ദാൻ ഇൻസുലേറ്ററിനെ കാട്ടിയും കൂടുതൽ കണ്ടക്ടേഴ്സും ബട്ട് ലെസ് ദാൻ ദ കണ്ടക്ടർ. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു റിവിഷൻ പോലെ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് റെസിസ്റ്റിവിറ്റി എന്നുള്ളത്? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് ഇക്വേഷൻ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണത്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത് എന്ത്, റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിൻ്റെ ഫോർമുലയോ R = ρ/L അല്ലേ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഇറ്റ് ഈസ് ഓം മീറ്റർ. സിമിലർലി എന്താണ് സംഭവിക്കുന്നത്, നമ്മളെ റെസിസ്റ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, കറണ്ട് കുറഞ്ഞ സമയത്താണ് എന്താണ് റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. സിമിലർലി റെസിസ്റ്റിവിറ്റി കുറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് കൂടുന്ന സമയത്തും അല്ലേ. അപ്പോൾ അത് ആ ഒരു കാറ്റഗറി. റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ഫോർമുല എന്താ, റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു 1/σ അല്ലേ. സിഗ്മ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഗുഡ്. കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ്? കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി ഇറ്റ് ഈസ് -10⁻⁻6 ഓം സെൻറ്റിമീറ്റർ. ഓക്കെ, കണ്ടക്ടറിൽ നിന്ന് എക്സാമ്പിളാണ് നമ്മുടെ കോപ്പർ അല്ലേ, കണ്ടക്ടേഴ്സ് കോപ്പർ. ദെൻ ഇൻസുലേറ്ററിൻ്റെത് ഇറ്റ് ഈസ് 10⁻12 ഓം സെൻറ്റിമീറ്റർ. ഓക്കെ, എക്സാമ്പിൾ ഏതാ, ഇൻസുലേറ്ററിൻ്റെ മൈക്ക അല്ലേ. നെക്സ്റ്റ് സെമി കണ്ടക്ടർ എത്ര വരിക, ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 50 × 10⁻³ ഓം സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ 50 ഓം സെൻറ്റിമീറ്റർ എന്നും പറയാം. രണ്ടെണ്ണം ഉണ്ടാവില്ല സെമി കണ്ടക്ടർ, നമുക്കറിയാവുന്ന ഏതൊക്കെ, സിലിക്കൺ ഉണ്ട്. ഇത് സിലിക്കണ്ടതും ഇത് ഏതിൻ്റെയാണ്, ഇത് ജർമാനിയത്തിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഈ അനാലിസിസ് നടത്തി എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിലെത്താം. അതായത് റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഈസ് ലെസ് ദാൻ റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റർ. അപ്പോൾ ഇൻസുലേറ്ററിനാണ് റെസിസ്റ്റിവിറ്റി കൂടുതൽ വിത്ത് റെസ്പെക്ട് ടു സെമി കണ്ടക്ടർ. അതുപോലെ തന്നെ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ് കുറവ് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ദ സെമി കണ്ടക്ടർ. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഓഫർ ചെയ്യുന്ന ഇൻസുലേറ്റർ, കാരണം അവിടെ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. പിന്നെ ആര് വരും, സെമി കണ്ടക്ടർ. പിന്നെ ആര് വരും, കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ഉള്ള സ്ഥലമാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണ്, വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നേരെ തിരിച്ച് എഴുതുമ്പോൾ കറണ്ടിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എന്തൊരു വി ക്യാൻ റൈറ്റ് IC അല്ലെങ്കിൽ കറണ്ട് ത്രൂ കണ്ടക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ത്രൂ സെമി ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ത്രൂ ഇൻസുലേറ്റർ. ശരിയല്ലേ? അങ്ങനെ രണ്ട് റിലേഷൻ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇത് എപ്പോഴും ഐഡിയ ഉണ്ടാവണം. ഓക്കെ, പിന്നെ സപ്പോസ് നമ്മളൊരു കയ്യിൽ ഒരു ആറ്റം ഉണ്ട്. ഓക്കെ, ആറ്റം വിൽ ഹാവ് സം ഓർബിറ്റ്സ്, ക്ലിയർ. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് നമ്മൾ എന്ത് വിളിക്കുമായിരുന്നു, ഇറ്റ് ഈസ് കോൾഡ് ആസ് അവർ വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ. ഞാൻ ഫുൾ എടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് പറയാം. KLMN ഷെല്ലുകൾ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് നമ്മളെന്ത് പറയുക, വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ശരിക്കും കണ്ടക്ഷൻ്റെ മെയിൻ ആൾ അല്ലേ. കാരണം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ്, ഫ്രീ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷന് സഹായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വി ആർ ഹാവിങ് 2 ബാൻഡ്സ്. ഏതൊക്കെയാണ് 2 ബാൻഡുകൾ നമുക്കറിയാലോ. ഏതൊക്കെ ബാൻഡുകളാണ്? ഇറ്റ് ഈസ് ദ വാലൻസ് ബാൻഡ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ്.
അതായത് വാലൻസ് ഇലക്ട്രോൺസ് ഇനീഷ്യലി ഏത് ബാൻഡിലാണ് ഉണ്ടാവുക, ഇവിടെയാണ് ഉണ്ടാവുക, ശരിയല്ലേ? അതായത് ഈ ബാൻഡ് ഇതാണ് നമ്മുടെ എന്ത് ബാൻഡ് എന്ന് വെച്ചാൽ ദിസ് ഈസ് യുവർ വാലൻസ് ബാൻഡ്, അടിയിലുള്ള സാധനം. ദിസ് ഈസ് യുവർ കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക? വെൻ വി ആർ ഗിവിങ് സം എനർജി നമ്മൾ കൊടുക്കുകയാണ്, എവിടെ ഈ ഇലക്ട്രോണ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദിസ് ഇലക്ട്രോൺ വിൽ ജമ്പ് അല്ലെങ്കിൽ വിൽ മൂവ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്, ശരിയല്ലേ? അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് വി നീഡ് ടു ഗിവ് ടു ദ ഇലക്ട്രോൺ, ഈ ഇലക്ട്രോണിന് കൊടുക്കേണ്ട എനർജി മസ്റ്റ് ബി ഈക്വൽ ടു, എന്തിനാണ് കൊടുക്കുന്നത്? ഈ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഗ്യാപ്പ്, ശരിയല്ലേ? ഈ ഗ്യാപ്പും കടന്നു വേണ്ടേ പോകാൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി എന്തായാലും ഈ ഗ്യാപ്പിൻ്റെ എനർജി തന്നെ ആവണമല്ലോ. അപ്പോൾ ഈ എനർജീനെക്കാട്ടിയും കൂടുതൽ കൊടുത്താൽ മാത്രമേ എന്തായാലും ഇത് മൂവ് ചെയ്യുള്ളൂ, അല്ലേ? അപ്പോൾ ദിസ് ഗ്യാപ്പ് ഈസ് കോൾഡ് ആസ് വാട്ട്? ദിസ് ഗ്യാപ്പ് ഈസ് റെപ്രസെൻറ്റ് ആസ് EG. EG എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ, എനർജി ഗ്യാപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ, ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഏതിൻ്റെയാണ്? ഇത് ഏതിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്? ഇത് ഇൻസുലേറ്ററിനെയാണ് കാണിച്ചിരിക്കുന്നത്, ശരിയല്ലേ? കാരണം എന്താ? ഇത് വളരെയധികം റെസിസ്റ്റിവിറ്റി ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഫ്ലോന് ഭയങ്കര റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ കൂടുതൽ എനർജി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ എനർജി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടും, ശരിയല്ലേ? ഈ എനർജി ഗ്യാപ്പിനാണ് നമ്മൾ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്നും പറയാം. ഓക്കെ, എന്തും പറയാം? എനർജി ബാൻഡ് ഗ്യാപ്പ് എന്നും പറയും. ഇത് ഫോർ ആൻ ഇൻസുലേറ്റർ എത്രയാണ്? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും എനർജി നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. എന്തിന്? ഇവിടുന്ന് ഇവിടത്തൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ, അല്ലേ? ഇനി അടുത്തൊരു കേസിൽ നമ്മൾ എനർജി ബാൻഡ് ഗ്യാപ്പ് വരയ്ക്കുവാണെങ്കിൽ ഇതാണ് അടുത്തൊരു ഫിഗർ. ഇത് ഏതിൻ്റെയാണ്? ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റിവിറ്റി അല്ലേ? അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുക? EG എന്ന് വിളിക്കുക. അപ്പോൾ ഇത്രയും എനർജി മാത്രം എന്ത് ചെയ്യുക? സ്പെൻഡ് ചെയ്താൽ മതി ഇവിടുന്ന് ഇലക്ട്രോണിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ. ഓക്കെ, ഈ എനർജി ഈക്വൽ ടു ഓൾമോസ്റ്റ് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, എത്രയാണ്? 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈ 1 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള പറഞ്ഞ സാധനത്തിന് നമ്മൾ എന്ത് പറയുക? ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ദ എനർജി ഗ്യാപ്പ് ഈസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട് ഫോർ അവർ സെമി കണ്ടക്ടേഴ്സ്. ഇത് നമ്മൾ വാലൻസ് ബാൻഡ്, ഇത് നമ്മൾ എന്ത് ബാൻഡ്? കണ്ടക്ഷൻ ബാൻഡ്. അടുത്തത് വി ആർ ഹാവിങ് കണ്ടക്ടേഴ്സ്. ഓക്കെ, കണ്ടക്ടേഴ്സിൽ എന്തില്ല? ബാൻഡ് ഗ്യാപ്പ് ഇല്ല. ബാൻഡ് ഗ്യാപ്പ് ഈസ് ഈക്വൽ ടു 0 ഇലക്ട്രോൺ വോൾട്ട്സ്. കാരണം എന്താ? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോനെ പ്രോത്സാഹിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ കറണ്ട് ഫ്ലോനെ പ്രോത്സാഹിപ്പിക്കുന്ന സാധനങ്ങൾക്ക് എന്തില്ല? ബാൻഡ് ഗ്യാപ്പ് ഇല്ല. കാരണം ഈസി ഫ്ലോ വിൽ ബി ഫ്രം യുവർ ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. സോ യുവർ എനർജി ഗ്യാപ്പ് വിൽ ബി 0. ദീസ് 3 റെപ്രസെൻറ്റ്സ് യുവർ എനർജി ബാൻഡ് ഡയഗ്രാം. മനസ്സിലായി? ഈ 3 എണ്ണമാണ് നിങ്ങളുടെ എന്ത്? എനർജി ബാൻഡ് ഡയഗ്രത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? എനർജി ബാൻഡ് ഡയഗ്രാം കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽസ് ഉണ്ട്, അല്ലേ? മെറ്റീരിയൽസിൽ ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻസുലേറ്റേഴ്സ് റിക്വയർ മോർ എനർജി ടു ഗോ ടു കണ്ടക്ഷൻ ബാൻഡ്, അല്ലെ? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ കുറേ എനർജി വേണം ആൻഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കണ്ടക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഇൻസുലേറ്റേഴ്സിൻ്റെ എനർജി ബാൻഡ് വളരെ ഹൈ, ശരിയല്ലേ? ഹൈ എനർജി ബാൻഡ്. അതായത് ദിസ് ഡസ് നോട്ട് അലോ ഫ്ലോ ഓഫ് ചാർജ്. ഇപ്പോൾ ഹൈ എനർജി ബാൻഡ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യില്ല? ഇത് ഫ്ലോ ഓഫ് ചാർജ് എന്ത് ചെയ്യില്ല? അലോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എനർജി ബാൻഡ് ഇപ്പോൾ എത്ര പറഞ്ഞത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു, അല്ലേ? 1 ഇലക്ട്രോൺ വോൾട്ട് എത്രയാണ്? 1.6 × 10⁻⁻19 ജൂൾ. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു ഇത്രയും എനർജി വേണം എന്തിന്? നമ്മൾ ട്രാൻസ്ഫറിങ്ങിന്, അല്ലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, whereas in the case of semi conductors എന്താ പ്രത്യേകത? സെമി കണ്ടക്ടേഴ്സ് ഇത് ഇൻ ബിറ്റ്വീൻ ആണ്, അല്ലേ? സെമി കണ്ടക്ടർ ഓഫ് എത്രയായിരുന്നു? 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു, അല്ലേ? ഇത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മളെ ജർമാനിയത്തിന് ഈ എനർജി ഗ്യാപ്പ് എത്ര വെച്ചാൽ അബൌട്ട് 0.75 വോൾട്ടും അതുപോലെ നമ്മുടെ സിലിക്കൺ ഇറ്റ് ഈസ് 1.16 ഇലക്ട്രോൺ വോൾട്ടുമാണ് സിലിക്കൺ. ഓക്കെ, അതായത് ഏതിനാണ് ലോവർ എനർജി ബാൻഡ് ഗ്യാപ്പ് ഉള്ളത്?
ലോവർ എനർജി ബാൻഡ് ഗ്യാപ്പ് ഈസ് ഫോർ യുവർ ജർമാനിയം കമ്പയർഡ് ടു യുവർ സിലിക്കൺ ആറ്റം. അതിൻ്റെ ആറ്റമിക് സ്ട്രക്ചർ കൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ സിലിക്കൻ്റെ ആറ്റമിക് നമ്പർ എത്ര 14 ആണ്, ജർമാനിയത്തിൽ എത്ര 32. അതായത് ഇത് സ്പ്ലിറ്റ് ചെയ്തുവാണെങ്കിൽ 284 വരും. സിമിലർലി ഇത് എത്ര വരും 28 ദെൻ 184 വരും അല്ലേ. അപ്പോൾ ഒരു ജർമാനിയം ആറ്റമാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഇത് ന്യൂക്ലിയസ് നമ്മൾ ഈ ഔട്ടർ ആറ്റം നമ്മൾ കുറേ ഡിസ്റ്റൻസ് ഉണ്ട്. സിലിക്കൺ ആറ്റം ആണെങ്കിലോ രണ്ട് ഇതിൽ സിലിക്കൺ ആറ്റം നമ്മൾ എന്തെങ്കിലും ഡിസ്റ്റൻസ് കുറവ്. അതായത് ന്യൂക്ലിയസും നമ്മുടെ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ നമ്മളുടെ ന്യൂക്ലിയസും നമ്മുടെ ഇലക്ട്രോൺ നമ്മൾ ബാലൻസ് ഇലക്ട്രോൺ നമ്മളെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതിലാണ് കുറവ്? ഇതും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ കുറവല്ലേ, നേരെ മറിച്ച് ഇത് അടുത്തല്ലേ. അപ്പോൾ ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ലാർജ് അല്ലേ, ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ് വളരെ കുറവാണ്. അപ്പോൾ സിലിക്കൺ ഈസ് ഹാവിങ് മോർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇവിടെ ജർമാനിയത്തിന് വളരെ സ്മോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ യുവർ വാലൻസ് ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ എന്താണ് സംഭവിക്കുക? വി ഹാവ് ടു ഗിവ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കുറവാണ്. ഇപ്പോൾ കുറവായതുകൊണ്ട് തന്നെ ഈ ബാൻഡ് ഗ്യാപ്പ് വളരെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് ബാൻഡ് ഗ്യാപ്പ് വളരെ കുറവാണ്. കാരണം കുറച്ച് എനർജി മതി കൊടുക്കാം, കാരണം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വാലൻസ് ബാൻഡിൽ നിന്ന് നമ്മുടെ ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാം. ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഭയങ്കര ഫോഴ്സ് അല്ലെങ്കിൽ ഭയങ്കര എനർജി കൊടുക്കേണ്ടി വരും. എന്തിന്? നമ്മുടെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ വേണ്ടി. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, സോ വി ഹാവ് ടു ഗിവ് മോർ എനർജി ഇൻ ദ കേസ് ഓഫ് സിലിക്കൺ ടു ഗോ ഫ്രം യുവർ valence band to conduction band. So the band gap of silicon is more than the band gap of germanium. Okay, ഇനി അടുത്തത് കണ്ടക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ്? നമ്മുടെ ഇലക്ട്രോൺസ് ഫ്രീ ആണല്ലേ ടു മൂവ് ഫ്രം യുവർ ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബോണ്ട് ആൻഡ് ഇറ്റ് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ യുവർ കണ്ടക്ഷൻ വിത്തൗട്ട് ഗിവിങ് എൻ എനർജി ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എനർജി ഗ്യാപ്പ് എത്ര നമ്മൾ പറഞ്ഞാൽ 0 ഇലക്ട്രോൺ വോൾട്ട് ആണല്ലേ. അതായത് നമുക്ക് പറയാം ഈ രണ്ട് ബാൻഡ് ഗ്യാപ്പും വേണമെങ്കിൽ ഓവർലാപ്പ് ചെയ്തു എന്ന് പറയാം അല്ലേ. ഈ എനർജി ബാലൻസ് ബാൻഡ് ഈ കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്പ് ചെയ്യുകയാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം. പിന്നെ നമ്മുടെ സിലിക്കണും ജർമാനിയത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇത് ജർമാനിയ സിലിക്കൺ അതിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇത് ബാലൻസ് അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ എത്ര ഇലക്ട്രോൺ കൂടി മതി? 4 ഇലക്ട്രോൺ കൂടി മതി. ശരിയല്ലേ? അപ്പോൾ എന്താണ് പറഞ്ഞാൽ ഈ 4 ഇലക്ട്രോൺ അറ്റൈൻ ചെയ്താൽ അത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എപ്പോഴും ഈ സ്റ്റേബിൾ സ്റ്റേറ്റ് കോൺഫിഗറേഷനിലാണ് അവരെപ്പോഴും താല്പര്യപ്പെടുക. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് വാലൻസി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അവർ എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെയുള്ള ഒരു ആറ്റത്തിന് ഇവിടെയൊക്കെ ആറ്റംസ് വന്ന് ജോയിൻ ചെയ്ത് ഇപ്പോൾ 4 എണ്ണേ ഉള്ളൂ ഇതിൻ്റെ അക്രോസ്, അത് ജോയിൻ ചെയ്ത് വരുന്ന ഇത് പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 1 പാറ്റേൺ നമ്മൾ എന്ത് പറയുക, ക്രിസ്റ്റൽ. അതിൻ്റെ പീരിയോഡിക് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ആർ കോളിംഗ് ഇറ്റ് ആസ് ലാറ്റിസ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, സപ്പോസ് ഇതാണ് നിങ്ങളുടെ സിലിക്കൺ ആറ്റം എന്ന് വിചാരിക്കും. സിലിക്കണിൻ്റെ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 എണ്ണം. ഇവിടെ ഒന്ന് ശരിയല്ലേ? ആദ്യത്തെ ഓർബിറ്റിൽ 2 എണ്ണം. രണ്ടാമത്തെ ഓർബിറ്റിലോ എത്ര എണ്ണം ഉണ്ട്? 28 അല്ലേ? 8 അല്ലേ? 1 2 3 4 8 എണ്ണം 28 ആയി. ലാസ്റ്റത്തെ കോൺഫിഗറേഷനിൽ യു വിൽ ബി ഹാവിങ് സം 4. ശരിയല്ലേ? 4 എണ്ണമാണ് ഉള്ളത്. 1 2 3 4. അപ്പോൾ എന്താണ് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ 4 ആറ്റംസിന് 8 ആറ്റംസ് ആക്കണം അല്ലേ. അപ്പോൾ എക്സാക്ട്ലി ചെയ്യുന്നത് വെച്ചാൽ ഈ കംപ്ലീറ്റ് സാധനത്തിന് ഇവിടെ വെക്കും. അതായത് ഈ എക്സാക്ട് ഈ സ്ട്രക്ചർ ഫുള്ളായിട്ടുള്ള ഈ സ്ട്രക്ചറിന് ഇവിടെ വെക്കും. ഒരു സ്ട്രക്ചർ ഇവിടെ, സിമിലർലി വേറൊരു സ്ട്രക്ചർ ഇവിടെ, വേറെ സ്ട്രക്ചർ, അങ്ങനെ 4 സ്ട്രക്ചേഴ്സ് ആയിട്ട് വെക്കും അല്ലേ. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് നമ്മൾ നോക്കും. അപ്പോൾ സിമിലർലി ഇതിനെ ഇവിടെ വരയ്ക്കുമ്പോഴും ഇവിടെ ഇതേപോലത്തെ ഒരു ഇലക്ട്രോൺ വന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ. ശരിയല്ലേ? ഇതുപോലെ ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ വന്ന് കിടക്കുന്നുണ്ടാവും, ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺ ഉണ്ടാവും, ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ. അത് ഫുള്ള് വരയ്ക്കുന്നില്ല, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ശ്രമിക്കുന്നത്? ദേ വിൽ
they will try to attract അല്ലെങ്കിൽ അവിടെ ഒരു എന്ത് ബോണ്ട് ഒക്കറെന്ന് വെച്ചാൽ they will occur there occurs a covalent bonding. ഒരു കോവാലന്റ് ബോണ്ടിങ് ആണ് ഇത് തമ്മിൽ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സ്ട്രക്ചർ എന്ത് ചെയ്യും, ഇതിങ്ങനെ ബോണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 8 ആയല്ലോ. അപ്പോൾ ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ ഇത് 1 2 ഇത് 1 ഇത് 2 ഇത് 3 4 ആണെങ്കിൽ ഇതാ ഈ ഒന്നാമത്തെ ഇത് വെച്ച് അട്രാക്റ്റായി, അപ്പോൾ 5 ഇലക്ട്രോണായി. ഇത് ഈ രണ്ടാമത്തെ അട്രാക്ട് ചെയ്ത് എത്ര 6 ഇലക്ട്രോണായി. ഈ മൂന്നാമത്തെ ഇതുമായിട്ട് അട്രാക്ട് ചെയ്ത് എന്തായി 7 ഇലക്ട്രോൺ. ഈ നാലാമത്തെ ഇതുമായിട്ട് അട്രാക്ട് ചെയ്ത് എന്തായി 8 ഇലക്ട്രോൺ. ദസ് ഇറ്റ് കംപ്ലീറ്റ്സ് ദ സ്ട്രക്ചർ അല്ലേ. അങ്ങനെ 4 എണ്ണം കോവലന്റ് ബോണ്ടാക്കി എഴുതി. ഈ സാധനത്തിന് ഈ മൊത്തം വരച്ച ഈ ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിഗർ ഈസ് കോൾഡ് ആസ് അവർ പാറ്റേൺ. ഈ മൊത്തത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, പാറ്റേൺ എന്ന്. അങ്ങനെ ഇങ്ങനെ മൊത്തത്തിലുള്ള ഈ ഫിഗറിൻ്റെ ഓരോരോ, ഇപ്പോൾ ഇതൊരു ഒറ്റ സെറ്റാണ്, ഇതിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേണിൻ്റെ ഓരോരോ പാറ്റേൺ, മോർ പാറ്റേൺ, കുറേ പാറ്റേണുകൾ ഇതുപോലെ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇങ്ങനെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ലാറ്റിസ്. ഓക്കെ, ഈ ലാറ്റിസ് ഒക്കെയാണ് നമ്മൾ ഏതിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡയോഡ് BJT കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊത്തം സ്ഥാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇത് നമ്മൾക്ക് ഈ പാറ്റേൺ പോലെ തന്നെ പറയാം. നമ്മൾ നേരത്തെ കുറച്ച് TDS ഫിഗർ ആയിരുന്നു, നമ്മളൊന്ന് ജസ്റ്റ് റെഡ്യൂസ് ചെയ്യാണ്. കാരണം ഇവിടെ സിലിക്കൺ ആറ്റത്തിന് ഇവിടെയൊക്കെ നെഗറ്റീവ് അല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഫിഗറാക്കി മാറ്റുവാണ്. അതായത് സിലിക്കൺ ആറ്റം ആണെങ്കിൽ ഇതിങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇതിങ്ങനെയല്ല, ഇത് ക്ലോസ്ഡ് ആയിരിക്കണം കേട്ടോ. വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ശരിയല്ലേ. അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ സിംപ്ലി നമ്മളിവിടെ 4 കോവലന്റ് ബോൺസ് വരയ്ക്കുവാണ്. 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റിലെ 4 നെഗറ്റീവ് സൈഡിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറേ ലാറ്റിസുകൾ, കുറേ കോൺഫിഗറേഷൻസ് ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ കുറേ കോൺഫിഗറേഷൻസ് വരുമെന്ന് പറയുമ്പോൾ എങ്ങനെ വരും, യു വിൽ ബി ഹാവിങ് ലൈക്ക് ദിസ്. അല്ലെ, ഇവിടെ സിലിക്കൺ, ഇവിടെ സിലിക്കൺ, ഇവിടെ സിലിക്കൺ, സിമിലർലി 1 2 3 ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ടാവും, ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, ഇത് ജോയിൻ ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഫില്ലിങ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഇടയിലൊക്കെ ഫില്ലിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ടാവും, ഇതിങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ ജോയിൻ ചെയ്യും, ദെൻ ഇത് രണ്ടും ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ആറ്റംസ് ആണ് നമ്മൾ സിലിക്കൺ ആറ്റംസ് ആണ് മൊത്തത്തിലുള്ളത്. ദെൻ വാട്ട് ഹാപ്പൻസ് ഈസ് ഇതിൻ്റെ ഒക്കെ ചാർജസ് എത്രയാണ്, വി ആർ ഹാവിങ് നെഗറ്റീവ് ചാർജസ് അല്ലേ. നമ്മൾ ഔട്ടർ മോസ്റ്റ് ആണ് പറയുന്നത്. സോ വിൽ ബി ഹാവിങ് നെഗറ്റീവ്, എല്ലാ സ്ഥലത്തും നെഗറ്റീവ് ആണ്. അറ്റ് ദ സെയിം ടൈം ദ പ്രോപ്പർട്ടി ഈസ് ഇവിടെ എല്ലാം നെഗറ്റീവ് ചാർജുകളാണ് വരിക അല്ലേ. ഇതിൻ്റെ എല്ലാം നെഗറ്റീവ് അക്രോസ് ആണ് വരിക, ഇവിടെ ഫുള്ള് നെഗറ്റീവ്സ് ആണ് വരിക. എന്താണ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ മൊത്തം സാധനമില്ലേ, ഈ മൊത്തം പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ലാറ്റിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മൊത്തം പാറ്റേൺ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു പാറ്റേൺ നേരത്തെ ഉണ്ടാക്കിയിരുന്നു അല്ലേ. ആ പാറ്റേണിൻ്റെ കുറേ ഫിഗറുകളെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് ആസ് അവർ ലാറ്റിസ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് നമ്മളിപ്പോൾ പഠിക്കും. നമ്മളിനി ഇലക്ട്രോൺ ഹോളിൻ്റെ ഇൻട്രിൻസിക് പറയുമ്പോൾ ഈ ഇതിലുള്ള ചെറിയ മാറ്റങ്ങൾ എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പ്രത്യേകത എന്താ, ദേ ആർ പ്യുവർ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, എന്താണ് അവർ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത്, ഈ ലാറ്റിസിൻ്റെ അകത്ത് ഏത് ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ, സിലിക്കൺ ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു ആറ്റം ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് ഇംപ്യുവർ ആറ്റം എന്ന് പറയാം, ഇംപ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പോൾ സിലിക്കൺ മാത്രമായതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, ഇൻട്രിൻസിക് അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സിലിക്കണിനും 4 കോവലന്റ് ബോണ്ടും ഉണ്ട്, ശരിയല്ലേ. അപ്പോൾ എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുക അല്ലേ. സപ്പോസ് നമ്മളിപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വി ആർ അപ്ലൈയിങ് സം ലൈറ്റ് ഓർ സം തെർമൽ എനർജി. ഓക്കെ, അപ്പോൾ സം ലൈറ്റ് ഓർ തെർമൽ എനർജി അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ഫ്രീ ഇലക്ട്രോൺസ് വിൽ ഒബ്ടെയിൻ ദ കൈനറ്റിക് എനർജി. ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ഒബ്ടെയിൻ ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുക, ദിസ് കൈനറ്റിക് എനർജി വിൽ ബ്രേക്ക് ദ ബോണ്ട് അല്ലെ. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി അവൈലബിൾ ഫോർ കണ്ടക്ഷൻ.
അതായത് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ നമ്പർ ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിലിറ്റി വിൽ ഓൾസോ ഇൻക്രീസ്. അല്ലേ, ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫ്രീ ഇലക്ട്രോൺസിന് അവൈലബിൾ ആവുന്നത് എന്ത് ചെയ്യും, കൂടും. അതാണ് മെയിൻ കൺസെപ്റ്റ്. ഓക്കെ, അത് സാധാരണ നമ്മളെ ഒരു പ്രിൻസിപ്പിളാണത്. ഓക്കെ, ഇനി സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് കൺസെപ്റ്റ്? നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്നാൽ ഇഫ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് യുവർ റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ്. Okay, if temperature increases your resistance will decrease. Okay, ഇതിൻ്റെ തന്നെ കൗണ്ടർ പാർട്ടുകളാണ് നമ്മളുടെ കണ്ടക്ടറിന് എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. സിമിലർലി ഇൻസുലേറ്റേഴ്സ് നമ്മുടെ സെമി കണ്ടക്ടർ പോലെയാണ്. എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, കുറയും. ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് വരുവാണെങ്കിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആർ ദ കണ്ടക്ടേഴ്സ് വേർ ഇംപ്യൂരിറ്റീസ് ആർ ആഡഡ്. ഇംപ്യൂരിറ്റീസ് ആർ ആഡഡ്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പെൻറ്റാവാലൻറ്റും ഉണ്ട്, സിമിലർലി ഏതാണ്, ട്രൈവാലൻറ്റും ഉണ്ട്. അല്ലേ, പെൻറ്റാവാലൻറ്റും ഉണ്ട്, ട്രൈവാലൻറ്റും ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ് ഓഫ് ആഡിങ് ദിസ് ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ സർട്ടൻ ഇംപ്യൂരിറ്റി ആറ്റംസ്, ഈ പ്രോസസ് ഓഫ് ആഡിങ് സർട്ടൻ ഇംപ്യൂരിറ്റി ആറ്റംസ് ടു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് കുറച്ച് ഇംപ്യൂരിറ്റി ആറ്റംസിനെ ആഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡോപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ സിലിക്കന് പകരം വേറെ ഏതെങ്കിലും ഒരു ആറ്റം ആഡ് ചെയ്യും, മനസ്സിലായില്ല? അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ പെൻറ്റാവാലൻ്റ് ആറ്റം ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺലി അവർ 5th ഗ്രൂപ്പ് ആറ്റംസ്. അതുപോലെ ട്രൈവാലൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവർ 3rd ഗ്രൂപ്പ് ആറ്റംസ്. പെൻറ്റാവാലൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺലി ആൻറ്റിമണി, ഫോസ്ഫറസ് ആൻഡ് ആർസനിക്. ഓക്കെ, ആൻറ്റിമണി, ഫോസ്ഫറസ് ആൻഡ് ആർസനിക്. വേർ 3rd ഗ്രൂപ്പ് ആറ്റംസ് ആർ ബോറോൺ, ഗാലിയം, അലുമിനിയം, ഇൻഡിയം. ഇങ്ങനെ 4 ടൈപ്പുകളാണുള്ളത്. അപ്പോൾ അഡീഷൻ ഓഫ് ദി ഇംപ്യൂരിറ്റി ആറ്റംസ് വിൽ ടോട്ടലി ചേഞ്ച് ദ പ്രോപ്പർട്ടീസ് ഓഫ് യുവർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കംപ്ലീറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, ഈ അഡീഷൻ കൊണ്ട് എന്ത് ചെയ്യും, മാറും. ഇത് എത്രയാണ് ആഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആഡഡ് 1 part in 10 million. 10 million പ്യുവർ സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 million ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു പാർട്ട് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതിനനുസരിച്ച് നമ്മൾ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറുകളെ 2ആയി തിരിക്കാം. അതായത് ആ 2 എണ്ണമാണ്, ഒന്ന് N ടൈപ്പും മറ്റൊന്നാണെന്ത്, P ടൈപ്പും. ഈ N ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് ആഡ് ചെയ്യുന്നത്, വി ആർ ആഡിങ് പെൻറ്റാവാലൻറ്റ്. N ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെൻറ്റാവാലൻ്റ് ആഡ് ചെയ്യും. സിമിലർലി നമ്മുടെ P ടൈപ്പ് എന്ന് പറഞ്ഞാൽ വി ആഡ് വാട്ട്, വി ആഡ് ട്രൈവാലൻറ്റ്. അങ്ങനെ 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഈ N ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് അവർ 5th ഗ്രൂപ്പ് ഇംപ്യൂരിറ്റികളും. പിന്നെ ട്രൈവാലൻ്റ് എന്ന് പറഞ്ഞാലോ വി ആർ ആഡിങ് അവർ 3rd ഗ്രൂപ്പ് ഇംപ്യൂരിറ്റികളും. ഓക്കെ, ഇനി നമ്മൾ ഈ ഫിഗറിലേക്ക് ജസ്റ്റ് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു വി ആർ ആഡിങ്, ഇപ്പോൾ 5th ഗ്രൂപ്പാണ് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇതിനെ ശരിക്കും ആക്ച്വലി പറയുന്ന 5th ഗ്രൂപ്പ് എന്നാൽ ഡോണർ എന്നാണ് പറയുന്നത്. കാരണം ഡോണർ ഇംപ്യൂരിറ്റികളും ഇതെന്താണ്, ദീസ് ആർ ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി എന്നാണ് പറയുന്നത്. കാരണം ഡോണർ എന്ന് പറഞ്ഞാൽ 5 എണ്ണം ഉണ്ട്, 4 എണ്ണേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഡൊണേറ്റ് ചെയ്യണം ആക്ച്വലി, അല്ലെങ്കിൽ പെൻറ്റാവാലൻ്റ് നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ 4 എണ്ണം ഉണ്ടല്ലോ. ഇപ്പോൾ സപ്പോസ് ഇത് എടുക്കുവാണെങ്കിൽ ഇത് ഓക്കെയാണ്, ഇതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. ഓക്കെ, ഇതും 4 എണ്ണം വന്നു, 1 2 3 4. ഈ 5ാമത്തത് അക്കോമഡേറ്റ് ചെയ്യാൻ ഇവിടെ സ്ഥലമില്ല, ശരിയല്ലേ? അപ്പോൾ അതിവിടെ ഒരു നെഗറ്റീവ് ചാർജ് പോലെ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ആൻറ്റിമണിയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിമണിയുടെ 5ാമത്തെ ഇലക്ട്രോൺ ഇങ്ങനെ നിൽക്കും. ക്ലിയർ? അപ്പോൾ ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിൻ്റെ അകത്ത് ശരിക്കും ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്, ശരിയല്ലേ? ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുക, ചാർജ് ക്യാരിയേഴ്സ്. ഇനി നമ്മൾ ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ഈ ആറ്റംസ് ഇത് കൺസിഡർ ചെയ്തു, ഇത് കൺസിഡർ ചെയ്തു, ഇതും ഓക്കെ. ഇതിലുണ്ടോ, ഇല്ല. കാരണം ഇത് എന്താണ്, നമ്മൾ ഈ ഒരു അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോൺസ് നമ്മൾ ഇംപ്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നില്ല. കാരണം 1 2 3 എണ്ണേ ഉള്ളൂ, 4 എണ്ണം വേണ്ടേ. അപ്പോൾ ഇതെന്താവും, ദിസ് വിൽ റിമെയിൻ ആസ് 1 ഹോൾ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹോൾ. ഒരു വേക്കൻസി അവിടെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ബിക്കോസ് ഓഫ് യുവർ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ, ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ കാരണം ഇവിടെ ഒരു വേക്കൻസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹോൾ.
മനസ്സിലായി. അപ്പോൾ ഇലക്ട്രോൺസും ഉണ്ട്, അതുപോലെ തന്നെ ഹോൾസും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് ഏതിലാണ് ഇലക്ട്രോൺസ് കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ കാരിയേഴ്സ് ഉള്ളത് എന്നാണ് അറിയേണ്ടത്. എൻ ടൈപ്പിലാവുമ്പോൾ നിങ്ങളുടെ മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? എൻ ടൈപ്പിലാവുമ്പോൾ യുവർ മെജോറിറ്റി കാരിയേഴ്സ് വിൽ ബി ഏതാണ്? ഇലക്ട്രോൺസ് ആണ്. ശരി, എല്ലാത്തിലും ആ ക്രിയേഷൻ നടക്കും. ഇപ്പോൾ നേരത്തെ 5 എണ്ണം ഉള്ളതിൽ 5 എണ്ണം കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ള 3 എണ്ണം ഉണ്ടാവില്ല, അത് ഹോൾസ് ആയിരിക്കും. മനസ്സിലായില്ല? അങ്ങനെ മെജോറിറ്റി കാരിയേഴ്സ് ഏതായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. വേറാസ് യുവർ മൈനോറിറ്റി കാരിയേഴ്സ് ആരാണ്? ദാറ്റ് ഈസ് ഹോൾസ്. സിമിലർലി യുവർ പി ടൈപ്പിലോ, നിങ്ങളെ പി ടൈപ്പിൽ എങ്ങനെ വരിക? പി ടൈപ്പിൽ മജോറിറ്റി കാരിയേഴ്സ് ഏതാണ്? യുവർ മജോറിറ്റി കാരിയേഴ്സ് വിൽ ബി യുവർ ഹോൾസ്. കാരണം അതാണ് ഡെഫിഷ്യൻസി വരുന്നത് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ സ്ഥലത്ത് വരുന്നത്, അതാണ് കൂടുതൽ അല്ലേ. അതുപോലെ മൈനോറിറ്റി കാരിയേഴ്സോ, യുവർ മൈനോറിറ്റി കാരിയേഴ്സ് വിൽ ബി യുവർ ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഡോണർ എന്ന് പറഞ്ഞാൽ എൻ ടൈപ്പ് ആണ്, ഇറ്റ് ഈസ് പെൻറ്റാവാലൻ്റ് ആണ്. ഒക്കെ ഒരുമിച്ച് പഠിക്കുക. ഡോണർ, എൻ ടൈപ്പ്, പെൻറ്റാവാലൻ്റ് കാര്യങ്ങൾ. സിമിലർലി പി ടൈപ്പ് ആക്സെപ്റ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ്, തേർഡ് ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്താണ് ഇലക്ട്രോൺ ഹോൾ ഫ്ലോ എങ്ങനെ ഉണ്ടാവുക? ഇലക്ട്രോൺ മീൻസ് ഹോൾ ഫ്ലോ. അതായത് നമ്മുടെ ഇലക്ട്രോൺ ഇപ്പോൾ സപ്പോസ് ഇലക്ട്രോൺ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എങ്ങനെ ഉണ്ടാവുക? കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക അല്ല. കാരണം ഒരു സ്ഥലത്തേക്ക് പോകാൻ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് വരിക നിങ്ങളുടെ കൺവെൻഷണൽ ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുക ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മാസ് ആക്ഷൻ ലോ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് മാസ് ആക്ഷൻ ലോ. വി വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.